സംസ്ഥാനത്ത് എങ്ങും എത്താതെ മഴക്കാല പൂർവ്വ ശുചീകരണം. മഴ ഇങ്ങ് വന്നു, വേനൽ മഴ ശക്തമാവുന്നു, കാലവർഷം വരാൻ പോകുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണം എങ്ങും എത്തിയിട്ടില്ല. പകർച്ചവ്യാധികൾ കൂടുന്നു. തെരഞ്ഞെടുപ്പ് തിരക്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. മഴ വ്യാപകമായി ലഭിച്ചു തുടങ്ങിയതോടെ പകർച്ചവ്യാധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിക്കുകയാണ്. പ്രതിദിന പനിബാധിതരുടെ എണ്ണം 7000 കടന്നിരിക്കുന്നു. ഡെങ്കിപ്പനിയും എലിപ്പനിയും പടർന്നു പിടിക്കുന്നതും ആശങ്കയാകുന്നുണ്ട്. സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നു. MJ പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MJ പ്രതീഷ്, ഗുഡ് മോർണിംഗ് പ്രതീഷ്. തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ ഉദ്യോഗസ്ഥർ ഈ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ മറന്നോ? ഇനിയിപ്പോൾ കാലവർഷം വരാൻ 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വേനൽ മഴയാണെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ നന്നായി പെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി കാലവർഷം കൂടി വരുമ്പോൾ സ്കൂളും കൂടി തുറക്കുമ്പോൾ പകർച്ചവ്യാധി കൂടാനല്ലേ സാധ്യത, പ്രത്യേകിച്ച് പനിയൊക്കെ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എല്ലാ കാലത്തും മഴ എത്തുമ്പോഴാണ് പകർച്ചവ്യാധികളെ കുറിച്ചും മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ചും ആലോചിക്കുന്നത്. ഇത്തവണയും ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇനി കാലവർഷം എത്താൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷേ സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം എങ്ങും എത്തിയിട്ടില്ല. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതോടുകൂടി തന്നെ പകർച്ചവ്യാധി കേസുകളും വർദ്ധിക്കുന്നുണ്ട്. കാരണം വേനൽ മഴ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പനി ബാധിക്കുന്നവരുടെ എണ്ണം, പകർച്ചവ്യാധി ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് എന്നതാണ് നമുക്ക് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഡെങ്കിപ്പനി, എലിപ്പനി കേസുകൾ വരും ദിവസങ്ങളിൽ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ട ഒരു സമയം കൂടിയാണ്. പക്ഷേ അതൊന്നും തന്നെ പ്രായോഗികമായി നടക്കുന്നില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണവും ഒപ്പം ഈ പകർച്ചവ്യാധി പ്രതിരോധവുമാണ് പ്രധാനമായും ഈ യോഗം ചർച്ച ചെയ്യുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഏതു തരത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് പ്രധാനമായും യോഗം ചർച്ച ചെയ്യുക. ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രധാനമായും ഈ യോഗം ചർച്ച ചെയ്യും. അതിനുശേഷം വരും ദിവസങ്ങളിൽ അത്തരത്തിൽ പ്രതിരോധ നടപടികളിലേക്ക് പോകാനാണ് നിലവിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് വകുപ്പുകളുടെ കൂടി സംയോജനത്തോടു കൂടിയായിരിക്കും മഴക്കാല പൂർവ്വ ശുചീകരണം ഇനി നടത്തുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ആരോഗ്യവകുപ്പ് ഡയറക്ടറും ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അടക്കം അതിനുശേഷം പുറത്തു വരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം എബോള വൈറസിന്റെ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും കേരളത്തിലും ജാഗ്രതയും തുടരുകയാണ്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. മഴക്കാല പൂർവ്വ ശുചീകരണം തെരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ പാളി എന്നുള്ള വിവരമാണ്. പക്ഷേ എങ്കിലും ഇനിയുള്ള സമയമെങ്കിലും ഉദ്യോഗസ്ഥന്മാർ മനസ്സർപ്പിച്ച് ആ പരിപാടി നടത്തുക. ഇനി അങ്ങോട്ട് മഴയുടെ കാലമാണ് വരാൻ പോകുന്നത്. പനിയൊക്കെ പടർന്ന് പിടിച്ചു തുടങ്ങിയാൽ നമ്മുടെ ആശുപത്രികളിൽ വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കണം. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും വേണം. ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗമുണ്ട്.